ഹായ് എവ്രി വൺ, വെൽക്കം ടു ദ സെഷൻ. ആദ്യം തന്നെ ഞാൻ പറയാം, ഇതൊരു റെക്കോർഡഡ് സെഷൻ ആയിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ FCIയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് കണ്ടിരുന്നു. ഇംഗ്ലീഷിന്റെ 25 ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി പാർട്ട് ഒന്ന് കാണാം. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ഇന്നത്തെ സെഷന്റെ മെയിൻ അജണ്ട. ഓക്കെ, സോ വെൽക്കം എവ്രി വൺ, വെൽക്കം ടു ദ സെഷൻ. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ ഐഫോൺ യൂസേഴ്സിനും അഡ 24/7 ആപ്പ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അഡ 24/7 മലയാളത്തിന്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യെസ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് 97 to 100. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഇൻസ്ട്രക്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു സെന്റൻസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് 3 വേർഡ്സ് ബോൾഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് തെറ്റായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്ക് അതിനകത്ത് കാണും. ഓക്കെ, അപ്പൊ ഏത് പാർട്ടിലാണ് എറർ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി അഥവാ എറർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനത് ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 97 കാണാലോ. ക്വസ്റ്റ്യൻ നമ്പർ 97, യെസ്. വായിക്കാം. Google has announced that it would stop providing its Android software to Huawei, the Chinese telecom company. അപ്പോ ബോൾഡ് ആയിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി, വേറെ കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ബോൾഡ് ആയിട്ടുള്ളത് മാത്രം നോക്കുക. അനൗൺസ്ഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റോ അതോ തെറ്റോ ആണ്? അനൗൺസ്ഡ് എന്താ തോന്നുന്നേ? അനൗൺസ്ഡിന്റെ സ്പെല്ലിംഗ്, is it correct or not? Announced ശരിയാണ് അല്ലെ? അനൗൺസ്ഡിന്റെ സ്പെല്ലിംഗ് ശരിയാണ്, അവിടെ തെറ്റൊന്നുമില്ല. പിന്നെയോ അടുത്തത് എന്താണ്? സോഫ്റ്റ്വെയറിന്റെ സ്പെല്ലിങ്ങും കുഴപ്പമൊന്നുമില്ലല്ലോ, ഒട്ടും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആണ്. ടെലികോം, യെസ്. ടെലികോമിന്റെ സ്പെല്ലിംഗ് അതാണോ ഈ തന്നിരിക്കുന്നത്? ടെലികോമിന്റെ സ്പെല്ലിംഗ് എന്താ? TELECOM, ടെലികോം. അത് ഓപ്ഷൻ സിയിലാണ് അപ്പൊ എറർ ഉള്ളത്. ഓക്കെ, ഒരിടത്തും മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇത് നൺ ഓഫ് ദീസ് കൊടുക്കാം. അതോ ഫുൾ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നോ കറക്ഷൻ റിക്വയർഡ് കൊടുക്കാം. ശരി, എന്നാ 98 പോകാം. 98. ഓക്കെ, സൈഡിൽ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് സീരീസിന്റെ ഒക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ല, അത് ഹിന്ദി ചാനലിന്റെ ആണ്. അപ്പോ അത് ഇത് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി വേർഷൻ ആയിരിക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ മലയാളത്തിൻ്റെത് നമ്മുടെ നോർമൽ ആയിട്ട് കയറി നോക്കിയാൽ മതി കേട്ടോ. അത് ഞാൻ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ പറഞ്ഞില്ല. യെസ്, India is better than most others cricket playing countries of the world. India is better than most others cricket playing countries. Most others ആണോ? അവിടെ എന്ത് വരണം? മോസ്റ്റ് അതർ എന്ന് വേണം അല്ലെ? മോസ്റ്റ് അതർ ക്രിക്കറ്റ് പ്ലേയിങ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അപ്പൊ ബിയിലല്ലേ എറർ? യെസ്, മോസ്റ്റ് അതർ ക്രിക്കറ്റ് പ്ലേയിങ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഓക്കെ, എങ്കിൽ 99, ക്വസ്റ്റ്യൻ നമ്പർ 99 കാണാലോ. 99 പോവാം. For the new finance minister, the immediate challenge is to revitalize the slowing down economic growth rate. സ്പെല്ലിംഗ് ഒക്കെ ശരിയാണോ എന്ന് നോക്കണം കേട്ടോ. ഇമ്മീഡിയറ്റിന്റെ ഒക്കെ സ്പെല്ലിംഗ് എന്താ പിള്ളേരെ? ഇമ്മീഡിയറ്റ് ശരിയാണോ? IMMEDIATE. അത് കുഴപ്പമൊന്നുമില്ല, ഇമ്മീഡിയറ്റ് ശരിയാണ്, സ്പെല്ലിംഗ് ശരിയാണ്. റെവിറ്റലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മീനിങ് എന്താ? റെവിറ്റലൈസ് എന്ന് പറഞ്ഞാല്
ഒരു പുതിയ ലൈഫ് കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ എനർജി കൊടുക്കുക എന്നാണ് റെവിറ്റലൈസ്. REVITALI. നമുക്ക് ZDയും പറയാം, അതേപോലെ തന്നെ SCയും കൊടുക്കാം അല്ലെ. അവിടെ Z ആണെങ്കിലും കുഴപ്പമില്ല, S ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ക്രിട്ടിസൈസ് ഒക്കെ പറയുന്നത് പോലെ അവിടെ S ആണെങ്കിലും Z ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്കണോമിക്കിന് സ്പെല്ലിംഗ് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ, സ്പെല്ലിങ്ങിന് പ്രശ്നമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കിക്കേ. ദി ഇമ്മീഡിയറ്റ് ചലഞ്ച് എന്ന് പറയാമോ? പറയാം. ടു റെവിറ്റലൈസ് എന്ന് പറയോ? പറയാം. ദ സ്ലോയിങ് ഡൗൺ എക്കോണമിക് ഗ്രോത്ത് റേറ്റ്, അവിടെയും പറയാലോ അല്ലെ. അപ്പൊ അതിനകത്ത് എറർ ഉണ്ടോ? തന്നിരിക്കുന്നത് ശരിയല്ലേ? അപ്പോ എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടോ? ഒന്നുമില്ല അല്ലെ. നോ കറക്ഷൻ റിക്വയർഡ്. തന്നിരിക്കുന്നത് അതേപോലെ തന്നെ ശരിയാണ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ 100. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 100. 100നെ ഒന്നുകൂടെ മാറ്റിയാലേ എന്നെ മാറ്റിയാലേ 100 എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണത്തുള്ളൂ. യെസ്, ഇപ്പൊ കാണാമല്ലോ. ഓക്കെ, consumers can boycott retail establishments that have poor safety records or that clearly lack safeguards to prevent violence. ആദ്യം സ്പെല്ലിംഗ് നോക്കണേ. പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക്. എന്താണ് അവിടെ? ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് അല്ലെ, ഇതാണോ ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ്? ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് എന്തുവാ? ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് BOYCOTT, ബഹിഷ്കരിക്കുക, അബ്സ്റ്റെയിൻ ചെയ്യാന്നാണ് അല്ലെ. ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് തെറ്റ്. എസ്റ്റാബ്ലിഷ്മെന്റ്സ് ശരിയാണ്, സേഫ് ഗാർഡ്സും ശരിയാണ്. ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, എങ്കിൽ നമുക്കൊരു റീഡിംഗ് കോംപ്രിഹെൻഷനും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവും. നമുക്ക് 75 യെസ്, നമുക്ക് ടോട്ടലി 30 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതിനകത്ത് 30 ക്വസ്റ്റ്യൻസ് ആണ്. 70 to 100 ആണ്. 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായത്. ഓക്കെ, യെസ്. അപ്പൊ ഓരോ പോസ്റ്റിനും ഓരോ ഇതാണ്. ചിലതിന് 25 ഉണ്ട്, മാനേജർ പോസ്റ്റിൻ്റെതുണ്ട്, പല ഗ്രേഡിൻ്റെതുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. 25 to 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇംഗ്ലീഷിന്. അപ്പൊ നമുക്ക് എന്നാ പാസേജ് ഒന്ന് വായിക്കാം അല്ലെ. ഓക്കെ, ഈ പാസേജിൽ റീഡിംഗ് കോംപ്രിഹെൻഷനകത്ത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻസും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. റീഡ് ദ പാസേജ്. ശരി, വായിക്കാം. ഞാൻ എന്നെ ഒന്ന് വേണമെങ്കിൽ മാറ്റാം അല്ലെ, അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് വായിക്കാമല്ലോ. Sheila and Jairam were a poor old couple. Their only possession was one cow. Once, Jairam fell very sick. Soon all their money was used up in buying medicines, and they realized that they would have to sell their cow in order to bear the rest of the expenses. Sheila decided to go to the market and sell the cow. He set off, leading the cow by a rope. On the way, she met 4 young men. They were the local bullies who enjoyed teasing and tormenting old people. When they saw old Sheila with her cow, they decided to play a trick. One of them sneaked up behind her, untied the cow, and tied a goat in its place. Sheila had been walking immersed in thought, worried about Jairam. Suddenly, she heard a goat bleat behind her. She turned around and was surprised to see that her cow had vanished. She was leading a goat to the market. The 4 bullies came up to her and said, "There is magic in the air these days. See, it turned your cow into a goat." Poor Sheila walked on with the goat. After a little while, the boys untied the goat and tied a rooster in its place. The rooster crowed and Sheila was surprised again. The goat had turned into a rooster. The 4 bullies shouted, "Magic in the air, Grandma." She resumed walking with the rooster in tow. After a few minutes, the boys crept up again, untied the rooster, and tied a log of wood in its place. A few moments later, Sheila realized that she was dragging a log of wood with a rope.
Again the bullies shouted, "Magic in the air, Grandma." After a few minutes, the boys untied the log of wood too and ran away with it. When Sheila finally reached the market, she found that she had nothing but a rope in her hand. She came back home dejected as she had lost the cow. She told Jairam the whole story. He immediately understood what had happened. "Make chapati, vegetable, and kheer for lunch tomorrow," he said. "Cook for at least 4 people. I'll come home with some guests. As soon as they come, you must say, 'I cooked what the rabbit told me. Come eat your lunch. Leave everything else to me,'" Jairam reassured her. Next morning, Jairam went and borrowed 2 identical rabbits from a friend. He left one at home, tied the other one with a string, and started walking towards the market with it. On the way, he too met the 4 bullies. "Hey, grandfather," they yelled. "Your wife's cow vanished yesterday. Where are you taking this rabbit now?" Jairam sighed sadly and said, "This rabbit is like my son. It obeys everything I say. But now I'm sick and we need money. So I'm going to sell it in the market." The 4 bullies were surprised when they heard this. "Does it really understand what you say, grandfather?" they asked. Jairam replied, "Of course it does. Here, watch me." Jairam turned towards the rabbit and said, "Hop home and tell Sheila to make chapatis, vegetable, and kheer for 4 people." Then he untied the string. He turned towards the 4 boys and said, Come home and have lunch with me." When they reached his house, his wife welcomed them and said, "I cooked what the rabbit asked me to cook. Come, eat your lunch." She served the chapatis, vegetable, and kheer to all of them. The 4 bullies were stunned when they saw the rabbit sitting in the corner. They told Jairam, "We'll buy your rabbit." Jairam pretended to think and said, "It's very precious to me." The 4 bullies immediately offered him a higher price. Jairam showed some reluctance. The moment he agreed to sell the rabbit, they paid him the money and left with the rabbit immediately. The 4 bullies decided to test the rabbit's abilities. They had been blackmailing a landlord for money, so they told the rabbit, "Go and tell the landlord to bring us the money within 10 minutes." The rabbit hopped off. They waited for an hour, but the landlord did not come with the money. They marched to his house and yelled, "Give us the money and our rabbit." The landlord had been waiting for a chance to teach these bullies a lesson. He ordered his strongest bodyguard to give them a good thrashing. Bleeding and bruised, they went back to Jairam's house and said, "You fooled us. Return our money at once." Jairam simply smiled and said, "The money has disappeared. There is magic in the air." കൊള്ളാം അല്ലെ? നല്ലൊരു സ്റ്റോറി. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പലരും ചിലപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിവേസ് ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഒരു പാസേജ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. Here comes the questions. Question number 71. Okay. Why did Sheila and Jairam decide to sell the cow? എന്തായിരിക്കാം കാരണം? ഓപ്ഷൻസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. എന്താ കാരണം? They had spent all their money on Jairam's sickness and needed more money. അല്ലെ? അസുഖം വന്നപ്പോ ഫുൾ പൈസ അവിടെ ചെലവാക്കി. അപ്പൊ ഇനി അവർക്ക് ആവശ്യത്തിന് ഇനിയും പൈസ വേണം അല്ലെ? അല്ലാണ്ട് റൂസ്റ്ററിനെ മേടിക്കാനല്ല, they were fed up of the 4 bullies അല്ല, അവരെ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്യാനല്ല, ലാൻഡ് ലോർഡിന് അവര് കാശൊന്നും കൊടുക്കാനും ഇല്ല. Okay, 72. Why was Jairam reluctant to sell the rabbit? എന്താ കാരണം? എന്തുകൊണ്ടാ റാബിറ്റിനെ വിൽക്കാനായിട്ട് ആള് മടി കാണിച്ചത്? എന്താ സംഭവം? He only pretended to be reluctant in order to fool the bullies. അല്ലെ? അഭിനയിക്കുമായിരുന്നു അല്ലെ? അവരെ കളിപ്പിക്കാനായിട്ട്, ആ കള്ളന്മാരെ കളിപ്പിക്കാനായിട്ട് അഭിനയിക്കുകയായിരുന്നു അല്ലെ? അല്ലാണ്ട് റാബിറ്റിനോടുള്ള സ്നേഹമോ, ലാൻഡ് ലോർഡിനെ ഗിഫ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അവര് ശ്രദ്ധിക്കത്തില്ലാന്നോ, അല്ലെങ്കിൽ ഈ റാബിറ്റിനെ വിൽക്കാനോ ഒന്നും അല്ല അല്ലെ? കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു.
73. Which of the following may be an appropriate title to the passage? ഇതിന് പറ്റിയൊരു ടൈറ്റിൽ ഇടാവോ? Magic in the air, Never steal a cow, The strongest bodyguard, The smart bullies, The obedient rabbit. പറ്റിയ പേര് ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞേ. Of course, magic in the air അല്ലെ? ഇടയ്ക്കും പറയുന്നുണ്ട്, അവസാനവും പറയുന്നുണ്ട് magic in the air അല്ലെ? അവരും അതുപോലെ തന്നെ magic in the air എന്ന് പറഞ്ഞാൽ 4 പേരും കളിപ്പിച്ചു. അവസാനം ജയറാം എന്നുള്ള അപ്പൂപ്പനും അങ്ങനെ തന്നെ കളിപ്പിച്ചു. magic in the air. അതാണ് appropriate title. ശരി, 74. What did Sheila do after reaching the market empty-handed? മാർക്കറ്റില് വെറും കൈയോടെ ചെന്നതിന് ശേഷം ഷീല എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് നോക്കൂ. യെസ്, മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ അവസാനം ഒന്നും ഇല്ല അല്ലെ? കൗവായിട്ട് പോയ ആളാണ് അല്ലെ? പശുവായിട്ട് പോയ ആൾ അവസാനം നോക്കുമ്പോ ഒരു കയറ് മാത്രം കയ്യിലുണ്ട്. അപ്പൊ പുള്ളിക്കാരി എന്താ ചെയ്തത്? അത് വിറ്റോ? ഇല്ല. പിന്നെ വീട്ടിൽ ചെന്ന് എല്ലാ കാര്യവും ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു. അല്ലാണ്ട് 2 റാബിറ്റ്സ് മേടിച്ചത് ഷീലയല്ല. ലാൻഡ് ലോർഡിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്തില്ല. വീട്ടിൽ ചെന്നിട്ട് ലഞ്ച് കുക്ക് ചെയ്ത് അവർ രണ്ടുപേരും കൂടെ കഴിച്ചുമില്ല അല്ലെ? വീട്ടിൽ ചെന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് ഉണ്ടായ ഇൻസിഡന്റ് മുഴുവൻ നറേറ്റ് ചെയ്തു. Okay, then question number 75. Okay, which of the following phrases can fill in the blank A to make a contextually meaningful and grammatically correct sentence? Okay, A എന്നുള്ള ബ്ലാങ്ക് അവിടെ ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് കാണിച്ചു തരാം. A എന്നുള്ള ബ്ലാങ്ക് നേരത്തെ ഞാൻ വായിച്ച സമയത്ത് ഞാൻ ഒന്ന് വിട്ടായിരുന്നു. ഇത് കണ്ടോ? Then he untied the string dash. ആ A അവിടെ ആ ബ്ലാങ്കിൽ എന്ത് ഫിൽ ചെയ്യാം? Then he untied the string dash. നോക്കാം. Okay. Then he untied the string dash. Okay. String dash. ആ ഡാഷില് എന്ത് കൊടുക്കാം? ആ സ്ട്രിങ് അൺടൈ ചെയ്തു. And then he untied the string. Only came out for food എന്നാണോ? അല്ല. And lived in a burrow അല്ല. And picked up a box of fur അല്ല. Often voiced these thoughts അല്ല. And let the rabbit hop away അല്ലെ? അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ അല്ലെ? അപ്പൊ ആ സ്ട്രിങ് അൺടൈ ചെയ്തു. അപ്പൊ ആ റാബിറ്റ് എന്ത് ചെയ്തു? റാബിറ്റ് അങ്ങ് ചാടി ചാടി പോയി അല്ലെ? Let the rabbit hop away. Okay. കറക്റ്റ് ആണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 76. Why were the 4 bullies surprised when they were talking to Jairam? എന്തായിരുന്നു സംഭവം? പെട്ടെന്ന് അവര് സർപ്രൈസ്ഡ് ആയി. എന്താ കാരണം? ഓപ്ഷൻസ് നോക്കൂ. They knew that Jairam was sick ആണോ? അല്ല. അതോ they had not expected Jairam to invite them for lunch? അല്ല. അതുകൊണ്ടാണ് പുള്ളി സർപ്രൈസ്ഡ് ആയത്? അല്ല. പിന്നെ they could not believe that the rabbit could understand and obey Jairam അല്ലെ? അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ റാബിറ്റിന് ജയറാം പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ട് അത് അനുസരിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെ? മറ്റേതൊന്നും റാബിറ്റ്സ് ലാംഗ്വേജ് അല്ലെങ്കിൽ did not own a rabbit അതൊന്നും അല്ല അല്ലെ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി. അപ്പൊ ഇത്രയും പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി 2 എണ്ണം നമുക്ക് വൊക്കാബ് ഉണ്ട്. 2 വൊക്കാബ് ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ. ടീസിങ്. ടീസിങ്ങിന്റെ മീനിങ് എന്താണ്? ടീസിങ്ങിന്റെ മീനിങ് മോക്കിംഗ്, ഡിസ്ട്രോയിങ്, ഷൗട്ടിങ്, വാർണിംഗ്, റിജക്ഷൻ. എളുപ്പമല്ലേ? ടീസ് ചെയ്യുക, കളിയാക്കുക അല്ലെ? വിച്ച് മീൻസ് മോക്കിംഗ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, മോക്കിംഗ്. ഓക്കെ. അടുത്ത ഒരു വൊക്കാബും കൂടെ ഉണ്ട്.
പൊസഷൻ. പൊസഷൻ. പൊസഷൻ കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. കുറച്ചുകൂടെ മാറ്റാം, ഓപ്ഷൻസ് കാണിക്കാം. പൊസഷൻ. പൊസഷന്റെ മീനിങ് എന്താന്ന് പറഞ്ഞേ? പൊസഷൻ കൺട്രോൾ, പവർ, കസ്റ്റഡി, എക്സ്പ്രോപ്രിയേറ്റ്, ബിലോങ്ങിങ്. പൊസഷൻ ഇതാണ് എന്റെ ആകെ കൂടെ ഉള്ള പൊസഷൻ. ഐ പൊസസ് അല്ലെ എന്ന് വെച്ചാൽ കൺട്രോൾ ആണോ? അല്ല. പവർ ആണോ? പിന്നെ ഏതാണ്? എക്സ്പ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞ എന്താ? എക്സ്പ്രോപ്രിയേറ്റ്. എക്സ്പ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തട്ടിയെടുക്കുക എന്നാണ്. ടു ടേക്ക് ഓവർ എന്നാണ് എക്സ്പ്രോപ്രിയേറ്റിന്റെ മീനിങ്. തട്ടിയെടുക്കുക എന്ന്. പൊസഷൻ അല്ലല്ലോ. ടേക്ക് ഓവർ എന്നാണ് എക്സ്പ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാല്. അപ്പോ ടേക്ക് അവേ അതല്ല. പിന്നെ കസ്റ്റഡി എന്നാണോ ബിലോങ്ങിങ് എന്നാണോ? പൊസഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം വെക്കുക എന്നാണ് അല്ലെ? കൈവശം വെക്കുക എന്നാണ് പൊസഷൻ. ഇതാണ് എന്റെ ഇതെല്ലാം എന്റെ പൊസഷൻസ് ആണ്. ഈ വീട് എന്റെ പൊസഷൻ ആണ് അല്ലെ? നമ്മള് നമ്മുടെ ഒരു അസറ്റ് ആയിട്ട് വെക്കുന്നതാണ്, നമ്മുടെ ഓണർഷിപ്പ് ആയിട്ട് വെക്കുന്നതാണ്. ഓണർഷിപ്പ് എന്ന് പറയാം, പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാം, കൺട്രോളിൽ വെക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ കസ്റ്റഡി ആണോ ബിലോങ്ങിങ് ആണോ? രണ്ടും എന്താണ് പൊസഷന്റെ? കണ്ടിട്ട് പൊസഷനും കസ്റ്റഡിയും ബിലോങ്ങിങ്ങും പറയാം അല്ലെ? ഏതാ നമുക്ക് പറയാൻ പറ്റുന്നേ? The car is in my possession. ഏത് കൊടുക്കാം? കൺട്രോൾ നമുക്ക് പറയാം എപ്പോഴാന്നറിയോ? എന്താ, നമുക്ക് ഒരെണ്ണത്തിനകത്ത് ഒരു കൺട്രോൾ ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, അതായത് എന്താ, ശരിക്കും നമുക്ക് ഒരെണ്ണത്തിന് റൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പൊസസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൺട്രോൾ എനിക്കുണ്ട്, ആ രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ എന്ന് പറയാം. അതല്ലാണ്ട് ബിലോങ്ങിങ്, കസ്റ്റഡി, കൺട്രോൾ ഏതാണ്? എല്ലാം പൊസഷൻ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കൈവശം എന്നാണ്. കൈവശം എന്നാണ്. ആ കൈവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് നമുക്കേ അത് മീനിങ് ആണോ ഓപ്പോസിറ്റ് ആണോ എന്നും കൂടെ ഒന്ന് നോക്കാമേ. മീനിങ് ആണോ ഓപ്പോസിറ്റ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കാരണം ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞപ്പം അതുകൂടെ ഒന്ന് നോക്കണേ. മീനിങ് തന്നെയാ, രണ്ടും മീനിങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. എങ്കിൽ ഞാനൊരു കാര്യം പറയാം. സത്യത്തില് ഈ പൊസഷന്റെ മീനിങ് ആയിട്ട് ഈ എന്താ പൊസഷൻ നമുക്ക് ഓണർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, ഓണർഷിപ്പ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഒരു തരത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ കൺട്രോൾ, ഒരു കൺട്രോൾ ഉണ്ട്, ഇതിലൊരു കൺട്രോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. അതിലും തെറ്റില്ല കേട്ടോ. ഓണർഷിപ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ്. ഇപ്പൊ ഈ വീട് എന്റെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ് എന്റെ പ്രൊപ്പറേറ്റർഷിപ്പിലാണ്, ആ രീതിയിൽ വേണമെങ്കിൽ കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്റെ കസ്റ്റഡിയിലുള്ള ഒരു സാധനമാണെന്ന് പറയാം, എന്റെ ചാർജിലുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്റെ ബിലോങ്ങിങ് ആണ്, മീൻസ് എന്റെ ഒരു അസറ്റ് ആണ്, ആ രീതിയിലും വേണമെങ്കിൽ പറയാം. എന്റെ ബിലോങ്ങിങ് ആണ്, എന്റെ പ്രോപ്പർട്ടി ആണ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രോപ്രിയേറ്റ് അല്ലെ? എക്സ്പ്രോപ്രിയേറ്റ്. ഈ എക്സ്പ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഓണറിന്റെ അടുത്തുനിന്ന് പബ്ലിക് യൂസിന് വേണ്ടി എടുക്കുന്നതിനെയാണ്. അതായത് ഇപ്പൊ ചിലപ്പം എക്സ്പ്രോപ്രിയേറ്റിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പം ചിലപ്പോ റോഡിനൊക്കെ വീതി കൂട്ടുന്ന നേരത്ത്, റോഡിന് വീതി കൂട്ടുന്ന സമയത്ത് കുറെ പേരുടെ സ്ഥലം അങ്ങ് പോകും അല്ലെ? അപ്പൊ അത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റി എന്താ ചെയ്യുന്നത്? ഓണറിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നതാണ്. തട്ടിയെടുക്കാന്ന് വെച്ചാൽ
എടുക്കുന്നതാണ് അല്ലെ. എന്തിനാ എടുക്കുന്നത്? അത് പബ്ലിക് യൂസിന് വേണ്ടിയാണ് അല്ലെ, അങ്ങനെ ടേക്ക് അവേ ചെയ്യുന്നതാണ്, അതാണ് എക്സ്പ്രോപ്രിയേറ്റ് എന്ന്. അപ്പൊ അങ്ങനെ അതപ്പോ ആരുടെ പൊസിഷനായി? അത് ഗവൺമെന്റിന്റെ പൊസിഷനായി. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എക്സ്പ്രോപ്രിയേറ്റും കുഴപ്പമില്ല. അപ്പോ സത്യം പറഞ്ഞാൽ ഈ പൊസിഷന്റെ സിനണമാണ് ഈ തന്നിരിക്കുന്നതെല്ലാം. അപ്പോ അവര് മിക്കവാറും അത് ആന്റണമായിട്ട് ചോദിച്ചതാവാം, പവർ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് ആന്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ അതിന്റെ ഓപ്പോസിറ്റ് ആവണം അല്ലെ. പൊസഷന്റെ ഓപ്പോസിറ്റ് ആയേ പറ്റൂ. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പവർ ആണോ? അല്ല. റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. റിലീസ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, അതാണ് ഓപ്പോസിറ്റ്. അപ്പൊ പവർ അവിടെ മാച്ചേ ആവുന്നില്ല. പക്ഷെ ബാക്കിയെല്ലാം സിനോണിംസ് ആയിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ തൽക്കാലം ഇതിന് അന്ന് എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കാണും. കാരണം പൊസഷൻ ഇത് എന്റെ കൺട്രോളിലാണ്, ഇത് എന്റെ കസ്റ്റഡിയിലാണ്, ഇത് എന്റെ ബിലോങ്ങിങ് ആണ്. അതല്ലെങ്കിൽ ഗവൺമെന്റോ സ്റ്റേറ്റോ ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഓണർഷിപ്പ് അങ്ങനെ തട്ടിയെടുക്കുക, പിടിച്ചു മേടിക്കുക. അപ്പൊ ഓണർഷിപ്പ് ആർക്കാ? ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് പൊസഷനിലുള്ളതാണ് അല്ലെങ്കിൽ എക്സ്പ്രോപ്രിയേറ്റിലുള്ളതാണെന്ന് വേണമെങ്കിൽ ആ സെൻസിലും പറയാം. അപ്പൊ ഇതിന് ഞാനൊരു ഫൈനൽ ആൻസർ ഞാൻ പറയുന്നില്ല, കാരണം 4 എണ്ണവും മീനിങ്സ് ആയിട്ട് വരും. പവർ അവിടെ ഓപ്പോസിറ്റ് അല്ല, പക്ഷെ അതവിടെ സ്യൂട്ടേ ആവുന്നുമില്ല. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ FCIയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിനകത്തെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇത് മാനേജർ പോസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്നത് എത്രയാ? 2 പാർട്സ് ആയിട്ടാണ് ഞാൻ ഈ 30 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ കുറച്ച് പേര് വീണ്ടും എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചായിരുന്നു, ഈ FCIയുടെ ബാച്ച് എങ്ങനെ പർച്ചേസ് ചെയ്യും. ഓൾറെഡി ക്ലാസ്സസ് റണ്ണിങ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. ഇതാ നമ്മുടെ ആസ് യൂഷ്വൽ അഡാ 24/7ന്റെ സൈറ്റ് എടുക്കുക. ഓക്കെ, അഡാ 24/7ന്റെ സൈറ്റ് എടുക്കുക, ഓൾ കോഴ്സസ് കൊടുക്കുക, സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക. ഇതെല്ലാം കാണാൻ പറ്റും. ഈ പറയുന്ന സ്റ്റെപ്പ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ മതി. കേരള എന്ന് കൊടുക്കുക. കേരള എന്ന് കൊടുത്തിട്ട് അതിനകത്ത് FCI കേരള എന്ന് പറഞ്ഞു വരും. കണ്ടോ? FCI കേരള. FCI കേരള എന്ന് പറഞ്ഞ് വന്നത് കണ്ടോ? അപ്പൊ FCI കേരള എന്ന് വന്നു. അതിന്റെ രണ്ടാമത്തെ ബാച്ചാണ്. രണ്ടാമത്തെ ബാച്ചും സത്യം പറഞ്ഞാൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. കാരണം 1 മാസം ആയി ഈ ബാച്ച് തുടങ്ങിയിട്ട്. പക്ഷെ ഡെയിലി 2 മണിക്കൂറിന്റെ ക്ലാസ്സസ് ആ പോയിരിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് 2 മണിക്കൂർ എന്നല്ല, 4:30 to 5:30, 8:30 to 9:30 അങ്ങനെയാണ് സെഷൻസ് പൊക്കോണ്ടിരുന്നത്. പിന്നെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. കാരണം ഇനിയുള്ള സെഷൻസിൽ നിങ്ങൾക്ക് ലൈവ് കിട്ടും. കഴിഞ്ഞു പോയതൊക്കെ റെക്കോർഡഡ് ആയിട്ടും കിട്ടും. ഓക്കെ, ഇതിന്റെ റേറ്റ് 2353 ആണ്. പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഫാക്കൽറ്റി കോഡ് കൊടുത്താൽ മതി കേട്ടോ, Y338. അത് എന്റെ കോഡാണ്. ഇതുണ്ടോ, 1953. ഓക്കെ, 2000-നകത്ത് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. സ്റ്റഡി പ്ലാൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നോക്കാം. അതിനനുസരിച്ച് ഇനി എത്ര ക്ലാസ്സസ് ഉണ്ടെന്ന് നോക്കിയിട്ട് മേടിച്ചാലും മതി. അതേപോലെ ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് കുറെ ബുക്സ് അവൈലബിൾ ആണ്. ഒന്ന് ടെസ്റ്റ് പാക്ക്, അഡാ ഗോൾഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ബാങ്കിന്റെ ഉണ്ട്, SSCയുടെ ഉണ്ട്, എല്ലാത്തിന്റെയും ടെസ്റ്റ് പാക്ക് ഉണ്ട്. ഒന്ന് നോക്കിയാൽ മതി. പിന്നെ FCIയുടെ AG3 ടെക്നിക്കലിന്റെ ഫേസ് 1-2 ഉണ്ട്, സ്റ്റെനോ ഗ്രേഡിന്റെ ഉണ്ട്, ജനറൽ ആൻഡ് ഡിപ്പോ ഫേസ് 1-2 ഉണ്ട്, മാനേജർ പോസ്റ്റിന്റെ ഉണ്ട്. ഇതിന്റെ എല്ലാം ടെസ്റ്റുകൾ, പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന്റെ മീൻസ് അത്യാവശ്യം ഗ്രാമർ ഒക്കെ അറിയാമെങ്കിൽ അങ്ങനെ നോക്കിയാലും മതി. ഇതിന്റെ ബുക്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ബുക്സ് ആയിട്ട് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ, ജസ്റ്റ് പ്രാക്ടീസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇതുണ്ടോ, ഇപ്പം FCI മാനേജറിന്റെ എടുക്കുവാണെങ്കിൽ എത്ര ടെസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കിക്കോ. FCI മാനേജറിനകത്ത് കണ്ടോ,
ഫേസ് 1ന്റെ 10 ടെസ്റ്റുകളുണ്ട്, ഫേസ് 2ന്റെ 5 എണ്ണം ഉണ്ട്, പേപ്പർ 2ന്റെ 5 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ 20 ടോപ്പിക് വൈസ് ടെസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ ഫേസ് 2ലെ 40 സെക്ഷൻ വൈസ് പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. അതായത് റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, എക്കണോമിക്, അതേപോലെ ജോഗ്രഫി, ജനറൽ സയൻസ്, കമ്പ്യൂട്ടർ എല്ലാത്തിന്റെയും. അതേപോലെ ഫേസ് 1ന്റെയും 35 സെക്ഷൻ പ്രാക്ടീസ് സെറ്റുകളുണ്ട്. ഇതെല്ലാത്തിനും കൂടെ ചേർന്ന് 500 രൂപയാണ്. 500 രൂപ ഇപ്പൊ വീണ്ടും കുറയും അല്ലെ. പ്രാക്ടീസ് സെഷൻസ് ഇത്രയും ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ അല്ലെ. Y338 അങ്ങ് കൊടുത്താൽ മതി. 500 രൂപ ഇപ്പൊ 414 ഓക്കെ. അപ്പോ സംഭവം ഇതാണ്. അപ്പൊ നിങ്ങക്ക് പ്രാക്ടീസ് ആണോ വേണ്ടത് എങ്കിൽ പ്രാക്ടീസിന്റെ സംഭവം നിങ്ങൾക്ക് മേടിക്കാം. അതല്ല, പ്രാക്ടീസ് അല്ല, നിങ്ങക്ക് ബുക്കാണ് വേണ്ടതെങ്കിൽ ബുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. കോഴ്സ് ആണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഞാൻ വീണ്ടും പറയാം, കോഴ്സിനാണെങ്കിൽ പകുതി ക്ലാസ്സസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സസേ ലൈവ് കിട്ടത്തുള്ളൂ. അപ്പൊ കോഴ്സ് എങ്കിൽ കോഴ്സ്, അല്ലെങ്കിൽ കോഴ്സ് എല്ലാം അത്യാവശ്യം ഗ്രാമർ അറിയാമെങ്കിൽ കുഴപ്പമില്ല. ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ പ്രാക്ടീസിനുള്ള ടെസ്റ്റ് സീരീസിന്റെ മേടിക്കാം. അതല്ലെങ്കിൽ ബുക്ക് വേണമെങ്കിൽ ബുക്ക് മേടിക്കാം. ഓക്കെ. അപ്പൊ ഏത് മേടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. Y338 എന്നാണ് എന്റെ ഫാക്കൽറ്റി കോഡ്. അപ്പൊ എല്ലാവരും ഇന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ADA247ന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സോ താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. നമുക്കിനി മറ്റൊരു സെഷനുമായിട്ട് പിന്നീട് ഒരിക്കൽ കാണാം. Till then, bye everyone. Thank you so much. Take care.